നമസ്കാരം. പ്രവാസികളടക്കമുള്ള എല്ലാ ഇന്ത്യക്കാരുടെയും കുറേ നാളായുള്ള ഒരു ആഗ്രഹം അത് ഇപ്പോൾ നടന്നിരിക്കുകയാണ്. നിർഭയ കേസ് പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. അവസാന നിമിഷവും നിയമ പോരാട്ടങ്ങൾ നടത്തി നിയമത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ഒടുവിൽ കോടതി പറഞ്ഞത് ഇതാണ്: നിങ്ങളുടെ കക്ഷികൾക്ക് ദൈവത്തെ കാണാനുള്ള സമയമായി, വെറുതെ സമയം കളയരുത്. ഇന്ന് കൃത്യം 5:30 അവർ തൂക്കിലേറ്റപ്പെട്ടിരിക്കുന്നു. അവസാന മണിക്കൂറിൽ പോലും ഏറെ നാടകീയമായ നിയമയുദ്ധങ്ങൾക്കാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ 7 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ നീതി നടപ്പിലാകുന്നത്. മുകേഷ് കുമാർ സിംഗ്, അക്ഷയ് താക്കൂർ, വിനയ് ശർമ്മ, പവൻ ഗുപ്ത എന്നിവരാണ് ഇപ്പോൾ തൂക്കിലേറ്റപ്പെട്ടിരിക്കുന്നത്. മുകേഷ് കുമാർ സിംഗിന് 32 വയസ്സും അക്ഷയ് താക്കൂറിന് 31 വയസ്സും വിനയ് ശർമ്മയ്ക്ക് 26 വയസ്സും പവൻ ഗുപ്തയ്ക്ക് 25 വയസ്സുമാണ്. നാം നേരത്തെ കരുതപ്പെട്ടതുപോലെ അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പയ്യൻ, നാം എല്ലാം കരുതിയിരുന്നത് പോലെ അതിലേറ്റവും പ്രായം കുറഞ്ഞ ഒരുവനാണ് ഏറ്റവും കൂടുതൽ ക്രൂരകൃത്യങ്ങൾ ചെയ്തത് എന്നായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ വന്ന കുറ്റസമ്മതങ്ങളൊന്നും അങ്ങനെയല്ലായിരുന്നു. ഇവരിൽ ഒരാളാണ് നിർഭയെ ഏറ്റവും ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കിയത് എന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. 4 പ്രതികളുടെയും വധശിക്ഷ ഇന്ന് പുലർച്ചെ കൃത്യം 5:30 നടപ്പിലാക്കിയതായാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. സുപ്രീം കോടതിയിൽ കുറ്റവാളികൾക്കായി സമർപ്പിക്കപ്പെട്ട അവസാന ഹർജിയും തള്ളിയതോടെയാണ് പുലർച്ചെ 4:45 വധശിക്ഷയ്ക്ക് മുന്നോടിയായി തിഹാർ ജയിൽ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ആ ഒരു തീരുമാനമുണ്ടാകുന്നതും എല്ലാ വിഘ്നങ്ങളും മാറി എന്നുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു. ആരാച്ചാർ പവൻകുമാറും ആ ഒരു യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പ്രതികളെ വീണ്ടും ബന്ധുക്കളെ കാണിക്കണം എന്നുള്ളൊരു വാദവും ഉണ്ടായി. അതിനെയും പൂർണ്ണമായും തള്ളുന്ന സമീപനമാണ് ഉണ്ടായത്. ജയിൽ മാനുവൽ പ്രകാരം അത് അനുവദിക്കില്ല എന്ന സോളിസിറ്റർ ജനറൽ കൃത്യമായ അടിവരയിട്ട് പറഞ്ഞു. കുറ്റവാളികളുടെ ശാരീരികക്ഷമത തൃപ്തികരമാണ് എന്നും തിഹാർ ജയിൽ അധികൃതർ വ്യക്തമാക്കിയ സാഹചര്യം പ്രാർത്ഥിക്കാനായി 10 മിനിറ്റ് നൽകുന്നതടക്കം എല്ലാ നിയമ നടപടികൾക്കും ഒടുവിലാണ് 4 പേരെയും ഒരുമിച്ച് തൂക്കിലേറ്റിയത്. രാജ്യമൊന്നാകെ കുറ്റവാളികൾക്കെതിരെ അണിനിരുന്ന കേസിൽ മരണ വാറണ്ട് പുറപ്പെടുവിച്ചിട്ടും കുറ്റവാളികൾ അവസാന നിമിഷം വരെയും തങ്ങളുടെ അനിവാര്യമായ മരണം എങ്ങനെയും വൈകിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. ഏറ്റവും അവസാന മണിക്കൂറുകളിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതികളിലും ഹർജികൾ വന്നുകൊണ്ടിരുന്നു. പക്ഷേ അതൊന്നും എല്ലാം തള്ളിക്കൊണ്ടുള്ള സമീപനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ പറഞ്ഞ കാര്യം, നിങ്ങളുടെ പ്രതികൾക്ക് ദൈവത്തെ കാണാനുള്ള സമയമായി, ചുമ്മാ സമയം കളയരുതെന്ന്. 2012 ഡിസംബർ 16 ഡൽഹിയിലാണ് രാജ്യത്തെ കണ്ണീരിലാഴ്ത്തിയ ആ ഒരു ബലാത്സംഗ സംഭവം അരങ്ങേറുന്നത്. രാത്രി 12 മണിക്കാണ് മുനിർഗ ബസ് സ്റ്റാൻഡിൽ നിന്ന് പാരാമെഡിക്കൽ വിദ്യാർത്ഥിനിയായ നിർഭയ എന്ന പെൺകുട്ടി സുഹൃത്തിനൊപ്പം ബസ്സിൽ കയറുന്നത്. പിന്നീട് ആ ബസ് സ്റ്റാൻഡിൽ നടന്നത് മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിപ്പിക്കുന്ന ക്രൂരമായ കൃത്യങ്ങളായിരുന്നു. ഒരു പെൺകുട്ടിക്കും ഈ ഒരു ഗതി വരുത്തരുതേ എന്ന് ഇന്ത്യ മുഴുവൻ അലമുറയിട്ട് കരഞ്ഞ ദിവസം. ആ പെൺകുട്ടിയെയും സുഹൃത്തിനെയും ബസ്സിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് സംഘം അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. രാജ്യം മുഴുവൻ നിർഭയയുടെ നീതിക്കായി അണിനിരക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. വിചാരണയ്ക്കൊടുവിൽ 2013 സെപ്റ്റംബർ 13 പ്രതികളായ മുകേഷ്, വിനയ്, അക്ഷയ്, പവൻ എന്നിവരെ അഡീഷണൽ സെഷൻസ് ജഡ്ജ് യോഗേഷ് ഖന്ന വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. നിർഭയയ്ക്ക് നീതി ലഭിക്കാനുള്ള രാജ്യത്തിൻ്റെ ആ കാത്തിരിപ്പ് നീട്ടി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. ഒരു വലിയ നിയമയുദ്ധം. അതിനുശേഷം ഇപ്പോൾ ഇതാ അവർ തൂക്കിലേറ്റപ്പെട്ടിരിക്കുന്നു. ഇന്ന് കൃത്യം 5:30. ആശാദേവി എന്ന നിർഭയയുടെ അമ്മ ഈ പോരാട്ടത്തിന് മുന്നിൽ നിന്ന് തന്നെ നയിച്ച സ്ത്രീയാണ്. ജസ്റ്റിസ് ആർ ഭാനുമതി, ജസ്റ്റിസ് അശോക് ഭൂഷൺ, ജസ്റ്റിസ് AS ബൊപ്പണ്ണ എന്നിവരടങ്ങിയ ബെഞ്ചാണ് പ്രതികൾക്ക് ലഭ്യമായ എല്ലാ നിയമ മാർഗങ്ങളും സ്വീകരിച്ചു കഴിഞ്ഞതായി ഇന്നലെ സ്ഥിരീകരിച്ചത്. അതിനുശേഷമാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നിരവധി ഹർജികൾ വന്നത്. പക്ഷേ അതിനെല്ലാം തള്ളിക്കൊണ്ട് നിങ്ങളുടെ പ്രതികൾക്ക് സമയമായി, ചുമ്മാ സമയം കളയരുത് എന്ന് അടിവരയിട്ടുകൊണ്ട് ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നു. ഇന്ന് കൃത്യം 5:30 അവർ കഴിമരത്തിലേറുന്നതും. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.